ഞാൻ ഇവിടെയുള്ള ബാക്കി എല്ലാവരെയും പരിചയപ്പെട്ടു. പക്ഷേ ഈ കുട്ടി എനിക്ക് മനസ്സിലായില്ല. ഹുഷി ഇത് ചാരുവാണ്, ഞങ്ങളുടെ ബന്ധുവാ. എന്ന് വെച്ചാ what do you mean? ചാരു അവളുടെ സിസ്റ്ററാണ്. ആരുടെ സിസ്റ്റർ? മേഘനയുടെ. മേഘന ആരാ? എന്തു പറ്റി മിസ്റ്റർ മിഥുൻ? ഈ മേഘന ആരാ? മേഘന എൻ്റെ ഭാര്യയാണ്. അപ്പോ മേഘനയുടെ അനിയത്തിയാണല്ലേ ചാരു? ചാരു ഇവിടെ തന്നെയാണോ താമസം? അല്ല മാഡം, എന്റെ വീട്ടിലാ. ഞാൻ മിഥുനേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. ഇന്ന് ചാരു ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാ അവളുടെ ജോലി പോയി. മറ്റൊരു ജോലിക്ക് വേണ്ടി വല്യേട്ടനോട് സംസാരിക്കാൻ വന്നതാ. ചാരു എന്ത് ജോബാ നോക്കുന്നേ? എന്ത് ജോലിയാണെങ്കിലും പ്രശ്നമില്ല. ആക്ച്വലി എനിക്കിപ്പോ ഒരു ലേഡി പി എയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ചാരുന് എന്റെ പി എ ആവാൻ പറ്റുമോ? ഇത് ശരിക്കും യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണോ അതോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? എനിക്ക് തോന്നുന്നത് ഇതൊക്കെ എന്തോ പ്ലാൻ ചെയ്ത് നടത്തുന്ന പോലെയാ. Please tell me, ചാരു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളെപ്പോലെ ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ കിട്ടുന്ന അവസരം ഞാൻ ഭാഗ്യമായിട്ടേ കരുതുള്ളൂ. മാഡം തന്നെ ചോദിക്കുമ്പോ ഞാൻ എങ്ങനെയാ വേണ്ടെന്ന് വെക്കുന്നത്? Oh, that's great. So, ഇപ്പൊ തന്നെ എന്റെ പി എ ആയിട്ട് ചാരു ജോയിൻ ചെയ്തോളൂ. Is that okay? ഓക്കെ മാഡം. ഇനി എന്തിനാ മേഡം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്? യു ക്യാൻ കോൾ മീ ചേച്ചി. Call me. ശരി ചേച്ചി. ഇപ്പൊ പരിചയപ്പെട്ടിട്ടല്ലേ ഉള്ളൂ, അതിനു മുമ്പ് ചേച്ചിയൊക്കെ ആയോ? അപ്പൊ ചേച്ചി എന്ന് നാളെ വിളിച്ചാൽ അത് പ്രശ്നമല്ലേ? അല്ലെങ്കിൽ തന്നെ ചേച്ചി എന്നൊക്കെ വിളിച്ച ഇപ്പൊ എന്താ കുഴപ്പം? ഹേ മഞ്ജരി, തനിക്കിതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ മൈ ഡിയർ ഫ്രണ്ട്? ഇതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം എന്താ ഉള്ളേ? ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് എന്നെ തിരിച്ച് ഡിസ്റ്റർബ് ചെയ്യാണല്ലേ? ഞാനിപ്പോ മിണ്ടാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. Tell me, my dear classmate. എനിക്കങ്ങനെ യാതൊരു പ്രശ്നമില്ല സംയുക്ത. Wow, so sweet of you. Auntie, then how are you? ഈ വീട്ടിൽ എത്ര റൂംസ് ഉണ്ട്? വരുമുള്ള വീട് കാണിച്ചു തരാം. Uncle, please come. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ഇന്ന് ആദ്യമായിട്ട് എനിക്ക് ജോലിയില്ല, ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് ചാരു വന്നു. ഒരു ബന്ധവുമില്ലാത്ത ചാരുവിനെ കൊണ്ട് സംയുക്ത ചേച്ചിയെന്നും വിളിപ്പിക്കുന്നു. ഇവിടെ എന്തോ ഒരു കളി നടക്കുന്നില്ലേ? അതെന്താണെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. പാപ്പാ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? എനിക്ക് ഈ ഡ്രസ് നല്ല മാച്ചല്ലേ? നല്ല മാച്ചൊക്കെ ഉണ്ട്. എവിടേക്കാ? അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇന്ന് ചക്കിയുടെ വീട്ടിലോട്ട് പോവാണ് പാപ്പാ. ഹോളിഡേ അല്ലേ? എവിടേക്ക്? ചക്കിയുടെ വീട്ടിലേക്ക് പോവാണെന്നോ? അതെ പപ്പാ. എന്നെ പപ്പ ഡ്രോപ്പ് ചെയ്യോ അതോ ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോണോ? ഇപ്പൊ എന്തിനാ ചക്കിയുടെ വീട്ടിലേക്ക് പോകുന്നത്? ഇവിടെ നിന്ന് കളിച്ചാ പോരെ? ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഞാനൊരു വലിയ കുട്ടിയായില്ലേ പപ്പ? ഇവിടെ എന്റെ കൂടെ കളിക്കാൻ ആരാ ഉള്ളത്? പപ്പ എന്റെ കൂടെ വരുമോ? ഗ്രാനി എന്റെ കൂടെ വരില്ല. അതുകൊണ്ടാ ചക്കിയുടെ വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചത്. ഇങ്ങനെ എപ്പോഴും അവരുടെ വീട്ടിലേക്ക് പോകുന്നത് ശരിയല്ല ചിക്കു. അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ? ആർക്ക് എന്ത് തോന്നാൻ? ചക്കിക്ക് അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല. അവിടെയുള്ള എല്ലാവർക്കും എന്നോട് വലിയ ഇഷ്ടമാണല്ലോ. എല്ലാവരും എന്നോട് നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നത്. എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണല്ലോ.
എന്നാലും നിന്റെ ഈ ചക്കിയുടെ അച്ഛന് വലിയ താല്പര്യമില്ലല്ലോ. അവിടെ എല്ലാവർക്കും എന്നെ ഇഷ്ടമുള്ളപ്പോ ചക്കിയുടെ അച്ഛനും തന്നെ ഇഷ്ടക്കുറവുള്ളത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും ചക്കിയുടെ പപ്പ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ കുഴപ്പമില്ലല്ലോ പപ്പ. അർജുൻ, അവന് പോണമെന്നാണെങ്കിൽ പിന്നെ നീ എന്തിനാടാ തടസ്സം നിൽക്കുന്നേ? അയ്യോ അമ്മ, അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഈ സമയത്ത് ജയമാറിന്റെ മകൾ സംയുക്ത മിഥുന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. സംയുക്ത മിഥുന്റെ വീട്ടിലുണ്ടെന്ന് വെച്ച് ചിക്കു അവിടെ പോകുന്നുണ്ട്, എന്താ കുഴപ്പം? അമ്മ, വീട്ടിലെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് അമ്മ മനസ്സിലാകാത്ത പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഞാനെല്ലാം മനസ്സിലാക്കി തന്നെയാ സംസാരിക്കുന്നത്. ചിക്കു, നീ പോയി ഷൂ എടുത്തിട്ട് പപ്പ നിന്നെ ഡ്രോപ്പ് ചെയ്തോളും കേട്ടോ. താങ്ക് യു ഗ്രാനി. എന്താ അമ്മ ഇത്? അവിടെ മേഘ പോയിട്ടുണ്ടെന്ന് അറിയില്ല അമ്മയ്ക്ക്. ഇപ്പൊ ചിക്കു അങ്ങോട്ട് എത്തിയ കണ്ട ഉടനെ അമ്മയെന്ന് വിളിച്ച് കൂവില്ലേ? പിന്നെ എല്ലാവർക്കും സംശയമാവുകയും ചെയ്യും. അർജുൻ, ഇന്നലെ ഫംഗ്ഷനിൽ വെച്ച് മേഘ എങ്ങനെയാണോ മാനേജ് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോഴും അവള് കൈകാര്യം ചെയ്തോളും. നീ എന്തിനാ ആവശ്യമില്ല ടെൻഷൻ അടിക്കുന്നേ? ഇന്നാണ് അവന്റെ കൂടെ അമ്മയില്ല, പിന്നെ അവനിന്ന് സ്കൂളും ഇല്ലല്ലോ. അങ്ങനെ ആകുമ്പോ അവനിവിടെ ഇരുന്നാ പിന്നെ കൊച്ചിന് വെറുതെ ബോറടിക്കല്ലേ ഉള്ളൂ. വരുന്നത് വരട്ടെന്നേ, നീ വെറുതെ തല പുണ്ണാക്കണ്ട. അവനെ നീ ചക്കിയുടെ വീട്ടിൽ കൊണ്ട് ആക്കി കൊടുത്തേക്കുന്നേ. ചിക്ക അവിടെ പോയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ചിന്തിച്ച് കാട് കയറേണ്ട. മേഘ അതൊക്കെ മാനേജ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാ. നീ അവനെ അവിടെ കൊണ്ടുവിട്, ഒരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല. എന്തു പറ്റി സംയുക്ത? ആഹാരം കഴിക്കാതെ എന്താ ആലോചിച്ചിരിക്കുന്നത്? സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എരിവ് ശരിയാവുമ്പോ സോൾട്ട് ശരിയാവില്ല, സോൾട്ട് ശരിയായി വരുമ്പോ കറിയിൽ പുളി കൂടി പോവും. അതാ ഈ ഫുഡ് എനിക്കിനി ഇഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചിരുന്നത്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. എക്സാക്ട്ലി ആന്റി, യു ആർ കറക്റ്റ്. ഓക്കെ, ഐ ട്രൈ ഇറ്റ്. എന്താ മിണ്ടാതിരിക്കുന്നേ? ഇന്ത്യൻ ഫുഡ് തൊണ്ടയിൽ തട്ടി നിൽക്കുവാണോ? ഇന്ത്യൻ ഫുഡ് തൊണ്ടയിൽ തട്ടി നിൽക്കുന്നതല്ല, ഇത് കഴിച്ചപ്പോ എന്റെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ വണ്ടർ അടിച്ച് നിക്ക. മൈൻഡ് ബ്ലോയിങ് ആന്റി. ഇതൊക്കെ ആരാ കുക്ക് ചെയ്തേ? ഞാൻ തന്നെ മോളെ. വാവ്, ഇത്രയൊക്കെ ജോലിക്കാർ ഇവിടെ ഉണ്ടായിട്ടും ആന്റിയാണോ ഇതൊക്കെ ചെയ്യുന്നേ? അങ്ങനെയൊന്നും അല്ല മോളെ. വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനാവുമ്പോ നിറഞ്ഞ മനസ്സോടെ വേണം പാചകം ചെയ്യാൻ. ഞാൻ നിങ്ങൾക്ക് അതിനത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാണോ ആന്റി? അതിലെന്താ എത്ര ചോദിക്കാൻ? എന്റെ മരുമകള് നേരിട്ട് എന്റെ മുമ്പിൽ വന്ന് നിന്ന പോലെ തോന്നുന്നു. ഇതാ മരുമകൾ തന്നെയാണ് വല്യമ്മേ. സത്യം പറഞ്ഞ വേണ്ടപ്പെട്ട ആളെ പോലെയല്ല, എന്റെ സ്വന്തമായിട്ടുള്ള ആളെ പോലെയാ എനിക്ക് നിന്നെ തോന്നുന്നു. ഞാൻ പോകുമ്പോ എന്നോട് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോഴും അതിനൊരു കുറവും വന്നിട്ടില്ല. ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് കരച്ചിലാ വരുന്നത്. പക്ഷെ ഇപ്പൊ ഇത് കേൾക്കുമ്പോ ഈ സാഹചര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അമ്മേ. മോൾ ഈ കറിയൊന്ന് കൂട്ടി നോക്കി, മോൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ കറിയൊക്കെ എന്റെ മരുമോൾക്കും ഇഷ്ടായിരുന്നു. ചേച്ചി, ഈ സെന്റിമെന്റ്സ് ഒക്കെ ഒന്ന് നിർത്തുവോ? ഈ കുട്ടി കാണാൻ മേഘനെ പോലെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മേഘനയുടെ സ്വഭാവവും ഇഷ്ടങ്ങളും ഈ കുട്ടിക്ക് ഉണ്ടാവില്ലല്ലോ. അയ്യോ ആന്റി, എനിക്കും ഈ കറികളെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു.
കേട്ടല്ലോ പ്രിയമതെ, സംയുക്തയും എന്റെ മേഘനയെ പോലെ തന്നെയാണ്. അരുണിമേ, എത്രയൊക്കെ മരുമോളെ പോലെയാണെന്ന് പറഞ്ഞാലും അത് നമ്മുടെ മരുമോളാവില്ലല്ലോ. അത് സാരമില്ല അങ്കിൾ, എന്നെ നിങ്ങളുടെ മരുമകളായിട്ട് വേണമെങ്കിൽ കണ്ടോളൂ. ഈ വീട്ടില് ഒരു മരുമകളുടെ ആവശ്യമില്ല. എനിക്കങ്ങനെ മരുമകളായിട്ട് മാറേണ്ട ആവശ്യമില്ല മൈ ഫ്രണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി മേഘനയായിട്ട് മാറാൻ എനിക്കൊരു മടിയുമില്ല. മേഘനയാ? ആ, മിഥുന്റെ വൈഫിന്റെ പേര് മേഘന എന്നല്ലേ? അത് ശരിക്കുള്ള ഭാര്യയുടെ പേരാ. പക്ഷെ നീ ഭാര്യയല്ല. ഞാൻ മിഥുന്റെ ഭാര്യയാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇവിടുത്തെ പ്രധാന കാര്യം എന്താന്ന് വെച്ചാ, ഞങ്ങളെ കാണാൻ ഒരുപോലെ ആയതുകൊണ്ട് ഇതില് വലിയ തെറ്റൊന്നുമില്ലല്ലോ. ഈ പെണ്ണ് എന്താ ആന്റി ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? ചാരുവിനോട് ചേച്ചിയെന്ന് വിളിക്കാൻ പറയുന്നു, ആന്റിയോട് മരുമകളായി കണ്ടോളാൻ പറയുന്നു. ഇവൾ ഈ പറയുന്നതിന്റെയൊക്കെ അർത്ഥം ഇവൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തോ. അതൊരു പക്വതയില്ലാത്തതുകൊണ്ടാ മഞ്ജരി. അവള് കാര്യം അറിയാതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കയിൽ വളർന്ന കുട്ടിയല്ലേ, ഇവിടുത്തെ രീതികളൊന്നും അവൾക്ക് അത്ര മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. എന്തോ എനിക്കിതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. ടേസ്റ്റി ആണോന്നറിയാതെ ഈ ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് വല്ലാണ്ട് പേടിയായിരുന്നു. എനിഹൗ ഐ ലൈക്ക് ദിസ് ആൻഡ് ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഇത്രയും ടേസ്റ്റുള്ള ഇന്ത്യൻ ഫുഡ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോകുമ്പോ ഞാനൊരു കാരിയർ കൊടുത്തു വിടാം. അയ്യോ, എന്തിനാ ആന്റി ഇത്രയും ബുദ്ധിമുട്ടുന്നേ? അതിലും നല്ലത് ഈ കുട്ടി ഡെയിലി ഇവിടെ താമസിച്ചോട്ടെ, അപ്പൊ ഡെയിലി ഇവിടുന്ന് കഴിക്കാലോ. വൗ മഞ്ജരി, ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഈ ടേസ്റ്റി ഫുഡ് എനിക്ക് എന്നും തരികയാണെങ്കിൽ ഇവിടെ താമസിക്കാനാണ് ഓക്കെ. നല്ല ഫുഡ് കഴിക്കുന്നു എന്നുള്ള സാറ്റിസ്ഫാക്ഷനെങ്കിലും ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ സ്നേഹിക്കുന്നവരെല്ലാം എന്റെ ചുറ്റിലും ഉണ്ടാവുമല്ലോ. ഇവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷമേ ഉള്ളൂ മോളെ. താങ്ക് യു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മാനേജ് ചെയ്യാലോ. മാഡം, മാഡം എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അച്ഛനോട് അപ്പൊ പിന്നെ എന്ത് പറയും? ഓഫീസിലെ പേപ്പേഴ്സ് ഒക്കെ ഇവിടേക്ക് എത്തിക്കാൻ പറഞ്ഞാലോ? യു ആർ റിയലി ഗ്രേറ്റ് ചാരു. ഇന്ന് ജോലിക്ക് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ, എന്നിട്ടും PA ജോലിയിൽ കലക്കുന്നുണ്ടല്ലോ. I like it. താങ്ക് യു മാഡം. But I don't like one thing. വാട്ട്സ് ദാറ്റ് മാഡം? ആദ്യം എന്നെ മാഡം എന്ന് വിളിക്കുന്നത് നിർത്ത്. ചേച്ചി എന്ന് വിളിച്ചാൽ എന്താ? നിനക്ക് കുറച്ച് ടെൻഷനും കുറയും, ഞാൻ കുറച്ച് കംഫർട്ടും ആവും. ഓക്കെ ചേച്ചി. ചാരു പറഞ്ഞത് ശരിയാ. ആദ്യം അച്ഛനെ തന്നെ ഇത് വിളിച്ച് പറയണം. എന്ത് പറയുന്നു അങ്കിൾ? എന്തു പറയാനാ മോളെ, മോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു വാക്ക് അച്ഛനോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ശരി, ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാം. ഹായ് മോളെ. ഹായ് ഡാഡ്. എന്തൊക്കെയുണ്ട്? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല ഡാഡ്. ഹൗ ഇസ് യുവർ ഹെൽത്ത്? ആർ യു ഓക്കേ നൗ? നോ, ഐ ആം ലിറ്റിൽ ബെറ്റർ മോളെ. മോളിപ്പോ എവിടെയാ ഉള്ളത്? മിഥുനെ ഓർമ്മയില്ലേ? കേരളത്തിലെ തന്നെ ഒരു പ്രധാന ഇൻഡസ്ട്രിയലിസ്റ്റ് ആണെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അദ്ദേഹത്തിന്റെ വീട്ടില് ലഞ്ചിന് വന്നതാ. ഇപ്പൊ ഞാൻ അവരുടെ വീട്ടിലാ. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. ഡാഡ്, ഇവിടെ മിഥുൻ നന്ദന്റെ അമ്മയുണ്ട്, അരുണിമാൻജി. നമസ്കാരമുണ്ട്. ഓ, നമസ്കാരം അരുണിമേ. ഇത് ഫാദർ ജയദേവൻ അങ്കിൾ. നമസ്കാരമുണ്ട്. നമസ്കാരം.
അതൊക്കെ പോട്ടെ ഡാഡ്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചേ. അതെന്താ മോളെ? ഡാഡ്, ആ ഇരിക്കുന്ന ബ്ലൂ സാരി കണ്ടില്ലേ? അവളുടെ പേര് മഞ്ജരി. എന്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. എനിക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായതേ ഇല്ല, പിന്നെയാണ് ഓർമ്മ വന്നത്. ഞങ്ങള് കണ്ടിട്ടിപ്പോ ഒരുപാട് വർഷങ്ങളായി. ഞാൻ പറയാൻ വന്നത്, എന്നോട് ഇവിടെ നിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും ഒരേ നിർബന്ധം. ഞാൻ എന്താ ചെയ്യേണ്ടത് ഡാഡ്? ഇത് നിനക്ക് നല്ലൊരു അവസരമാണ് മോളെ. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഡാഡ്. അവസരോ? എന്തവസരം? മറ്റൊന്നുമല്ല, അവക്ക് ഇന്ത്യൻ ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അത് നല്ല ടേസ്റ്റ് ആയിട്ട് എപ്പോഴും കിട്ടുകയാണെങ്കിൽ അവക്ക് സന്തോഷം. ഇതൊക്കെ അമേരിക്കയിൽ വെച്ച് അവക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മോളെ, അവർക്ക് ആർക്കും പ്രശ്നമില്ലെങ്കിൽ എനിക്കിതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഹലോ സർ, നിങ്ങളുടെ മകള് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതിൽ സന്തോഷം. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു പ്രശ്നമില്ല. ആ വലിയ ബംഗ്ലാവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് പകരം നിങ്ങളോടൊപ്പം സന്തോഷമായിട്ട് നിൽക്കാമല്ലോ. സമയം കിട്ടുമ്പോൾ ഞാനും അങ്ങോട്ട് വരാം. സർ, അപ്പൊ സാറിന് സമ്മതം അല്ലേ? തീർച്ചയായിട്ടും സമ്മതം. ആയിക്കോട്ടെ സർ. മോളെ, ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. എന്തൊക്കെ മുന്നിൽ വന്നാലും ധൈര്യത്തോടെ അതിനെ നേരിട്ടേ പറ്റൂ. ആരൊക്കെ നമ്മളെ വിട്ടു പോയാലും അവരെല്ലാവരും തിരികെ വരും. മോക്ക് മനസ്സിലായില്ലേ? അതിനു വേണ്ടിയല്ലേ ഡാഡ് ഇങ്ങോട്ട് വന്നത്? ഐ മീൻ, ഇന്ത്യയിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വന്നത്. ഓൾ ദ ബെസ്റ്റ് മോളെ. ടേക്ക് കെയർ. ഓക്കേ, താങ്ക് യു ഡാഡ്. ബൈ. ബൈ ബൈ. ഇപ്പോഴാ എനിക്ക് ശരിക്കും സമാധാനായത്. എനിക്ക് ഒരുപാട് സന്തോഷായി മോളെ. ചാരു, നിന്നെ ഞാൻ എപ്പോ വിളിച്ചാലും എന്റെ മുന്നിലുണ്ടാവണം. അതിനു വേണ്ടിയാ സ്പെഷ്യലായി ലേഡി പി ആയി നിന്നെ ഞാൻ എടുത്തത്. സോ നീ അവിടെ ഇവിടെ നിൽക്കുന്നതൊക്കെ നിർത്തണം. എന്നിട്ട് എന്റെ കൂടെ ഷിഫ്റ്റ് ആയിക്കോ. ആയിക്കോട്ടെ ചേച്ചി, ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ദാറ്റ്സ് ഗ്രേറ്റ്. കഴിക്കേ കഴിക്കേ.